ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പ് കയറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇല്ല, വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ മുകളിലാണ് റൂമെന്ന് പറഞ്ഞപ്പോഴത്തേന് പരിശ്രമിക്കാമെന്ന് നോക്കി മോനെ ആദ്യം സ്റ്റെപ്പേ കയറിയിട്ട് എൻ്റെ 2 കയ്യിലും കൂടി ഇങ്ങോട്ട് പിടിച്ചു. അപ്പോൾ കാലങ്ങോട്ട് പൊങ്ങുന്നില്ല നമുക്ക്. അപ്പം ഞാൻ പതുക്കെ ഒരു കൈ ഇടത്തെ കൈ റെയിലേലും വലത്തെ കൈ മോനും പിടിച്ച് മോള് പുറകിൽ നിന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് പിന്നെ ഓരോ സ്റ്റെപ്പിലും 2 കാല് വെച്ച് എടുത്തെടുത്താണ് റൂമിൽ ചെന്നത്. കുറേ ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാണ് താഴേക്കൊന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ഇറങ്ങി. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആദ്യത്തെ ആ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കിടന്നു കഴിഞ്ഞിട്ട് വേദന ഇല്ലാതെ തന്നെ ഒന്ന് എഴുന്നേക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതുവരെയുള്ള അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉച്ച കഴിഞ്ഞാണെങ്കിലും ഞാനൊന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഏൽക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും എന്നെ ആരാ ഒന്ന് വന്ന് എടുത്തൊന്ന് എഴുന്നേൽപ്പിക്കുന്നത്. കാരണം എനിക്ക് അനങ്ങാൻ മേല. പിന്നെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിഞ്ഞു മറിഞ്ഞ് നമുക്ക് കിടക്കണമെങ്കിൽ സാധിക്കില്ല. അത് നമ്മുടെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എണ്ണ തേച്ചിട്ടില്ല. നീർക്കെട്ടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി അല്ലേ? ഒത്തിരി കുറഞ്ഞു. അപ്പൊ സാറെന്ന് പറഞ്ഞു ഇത് തീർത്ത് മാറുവാണെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരികയല്ല. അപ്പൊ വർഷം എത്ര പഴകിയാലും പ്രായം എന്തേരെയാണെങ്കിലും നമുക്കിത് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞെന്നാൽ. അപ്പൊ എനിക്ക് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും നീരായിപ്പോയി. അപ്പോൾ ആ നീര് നന്നായിട്ടൊരു 90% മാറ്റിക്കഴിഞ്ഞാണ് നമ്മൾ ആ ഡിസ്കിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നത്. അപ്പം എനിക്ക് ഒത്തിരി വലിയ ആശ്വാസമായി. ഇപ്പോഴാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഒരു കുറച്ച് എന്തെങ്കിലും ഒന്ന് ആശ്വാസം ഒന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേന് നമ്മൾ പണി ചെയ്യും. അപ്പം ചെയ്യാൻ പറ്റാത്ത പണിയും നമ്മൾ അപ്പം അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ് വെയിറ്റ് എടുക്കരുത്, അപ്പം പെട്ടെന്നൊന്നും അങ്ങനെ വെയിറ്റ് എടുത്ത് അതൊക്കെ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ അലക്കുക, കല്ലേൽ അലക്കുക, പിന്നെ കുനിഞ്ഞ് മുറ്റം അടിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഒഴിവാക്കുകയായിരിക്കും നല്ലതെന്ന് സാർ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനതൊന്നും വകവെച്ചില്ല. അപ്പോൾ എനിക്കൊരു അല്പം കുറവെന്ന് തോന്നിയപ്പം നമ്മൾ ഈ ചെയ്യാൻ പറ്റാത്ത പണിയും കൂടി അങ്ങോട്ട് ചെയ്യും. കുറേ നാളങ്ങ് പഴകി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ അത് ഈ നീരിൻ്റെ തന്നെ അപ്പം അങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ നമ്മൾ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് മാറി. ഇപ്പോൾ അന്ന് മുതൽ ഇങ്ങനെ അങ്ങോട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വന്നിട്ട് 2-3-4 ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പം വന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി ബെറ്ററായി.